അതിന് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിന്നാ വണ്ടി വല്ലതും കാണാവോ? അതിന് വീടിന്റെ മിറ്റം അല്ല വണ്ടി കാണാം. വീടിന്റെ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടോ? ഓ അത് ശരിയാ, പഠിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ചിക്കൻ ഏതാ ഫിഷ് ഏതാന്ന് അറിയാൻ മേല പഠിപ്പിച്ചിട്ട് 3 കിലോ ഹമൂറ കഴിഞ്ഞ കളഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ കളിക്കുക. അപ്പൊ ബ്ലോക്ക് ഓടിക്ക അവിടുന്ന് വണ്ടി ഇങ്ങനെ ബ്ലോക്ക് ഓടിക്കാൻ അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴേ ഒച്ച കേൾക്കാം. ലോൺ അടിക്കുമല്ലോ അവിടെ ഒരു വളവായുണ്ട്. അപ്പൊ ഞങ്ങള് പറയും ഇനി വരുന്ന വണ്ടി പൊടവട്ടി, ഇനി വരുന്ന വണ്ടി ഞാൻ ഫ്യൂച്ചർ വായിക്കാൻ പോകുന്ന വണ്ടിയാണ്. അപ്പൊ വരും ദേ ഒരു മാരുതി 800. ഓട്ടോറിക്ഷയുടെ ഓണൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. അടുത്ത ലിജോയുടെ ഫ്യൂച്ചർ വണ്ടി, അപ്പൊ വേറൊരു വണ്ടി വരും. അത് കഴിഞ്ഞ് ലിനുവിന്റെ ഫ്യൂച്ചർ വണ്ടി. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഞങ്ങൾ കളിച്ചോണ്ടിരുന്നത്. നമ്മുടെ എന്റെ ഫ്യൂച്ചർ വണ്ടിയാ വരാൻ പോകുന്നത്. ഒക്കെ ഒരു രസമുള്ള കാലം അത്. ജസ്റ്റിക്ക് വല്ല തേങ്ങാക്കോല അറിയോ ഇതിനെ കുറിച്ച്? ഞാൻ ആ ഫ്രണ്ടിൽ പോകുന്ന റേഞ്ചർ റോവർ കണ്ടപ്പോ ഞാൻ എന്റെ ഫ്യൂച്ചർ വണ്ടി ഓർത്തു. പിന്നെ സ്കൂൾ പഠിക്കുമ്പോഴേ, കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ പിള്ളേർ ഭയങ്കര കീച്ചല്ലേ. എന്റെ അങ്കിള് പോലീസിലാ. ഒരു മെയിൻ ഇപ്പോഴും കീച്ചിന് കുറവില്ലല്ലോ. എന്റെ അങ്കിള് പോലീസിലാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിരുന്നു. അയ്യോ അത് പണ്ടെന്ന് പറയണ്ട. ഞാനില്ലായിരുന്നു ജസ്റ്റ് ലൈഫ് എന്ത് ഡാർക്ക് ആയി പോയല്ലേ. ആ കീച്ചിലാണ് ഞാനും വീണ് പോയത്. എന്നാ ഞാൻ പറഞ്ഞത് എന്റെ അങ്കിള് പോലീസിലാന്ന് ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത്. ആ കീച്ചിലാ ഞാൻ ഒരു ഭാഗം മിണ്ടുകയായിരുന്നു.